വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ഞാൻ ഓണത്തിനിടാൻ പറ്റിയ കുർത്ത സെറ്റ്സ് ആൻഡ് ഇയറിംഗ്സ് ആണ് കാണിച്ചു തരുന്നത്. എല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. വിസ്കസ് റയോൺ ആണ് മെറ്റീരിയൽ. ഇവിടെ ആണെങ്കിൽ യോക്ക് പോർഷനിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്, സ്വീക്കൻസ് വർക്ക് ഒക്കെ ഉണ്ട്. രണ്ട് സൈഡിലും ഗോട്ടപ്പട്ടി ലേസ് ഉണ്ട് കേട്ടോ, താഴെ വരെ. ഇവിടെ 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ അറ്റത്തും എംബ്രോയ്ഡറി ഉണ്ട്, സ്വീക്കൻസ് വർക്ക് ഒക്കെ. പിന്നെ ഗോട്ടപ്പട്ടി ലേസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ലൈനിങ് ഒന്നും വരുന്നില്ല. ഇവിടെ തൊട്ടാണ് സ്ലിറ്റ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റ് ആട്ടോ എനിക്ക്. റൗണ്ട് നെക്കാണ്. പിന്നെ ബാക്കിലാണെങ്കിൽ ഇവിടെ ഹുക്ക് ഉണ്ട്. ബാക്കിൽ പ്ലെയിൻ ആണ്. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പാൻറ് പ്ലെയിൻ ആണ്. സെയിം മെറ്റീരിയൽ ആട്ടോ, വിസ്കസ് റയോൺ ആണ്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാട്ടോ ഈ ഒരു കുർത്ത സെറ്റ് വരുന്നത്. ഇതാണ് ദുപ്പട്ട. ഓർഗൻസ മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു രണ്ട് സൈഡിലും സ്കാലപ്പ് ബോർഡർ ആണ്. പിന്നെ ഈ ഒരു സൈഡിൽ ഗോട്ടാപ്പട്ടി ലേസ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ആണെങ്കിൽ എംബ്രോയ്ഡറി ആൻഡ് സ്വീക്കൻസ് ഉണ്ട് കേട്ടോ. അധികം വീതിയില്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആട്ടോ ഈ ഒരു കുർത്ത സെറ്റ് വെയർ ചെയ്യാൻ. പിന്നെ ഞാൻ സൈഡിൽ ഹൈറ്റ് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് 1299 റുപ്പീസിനാണ്. അടുത്തതും വൃത്തിഭോഗൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. 3/4 സ്ലീവ് ആണ്. പിന്നെ സ്ലീവിൻ്റെ അറ്റത്താണെങ്കിൽ ഓർഗൻസ മെറ്റീരിയൽ, സ്കാലപ്പ് ബോർഡർ ഉണ്ട്. പിന്നെ അതിലിങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. മാൻഡ്രിൻ കോളറാണ്. പിന്നെ ഇവിടെ ഷോ ബട്ടൺസ് ആട്ടോ. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ആൻഡ് സ്വീക്കൻസ് വർക്ക് ഉണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഈ ഒരു കുർത്തയ്ക്ക് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ബാക്കിൽ പ്ലെയിൻ ആണ്. ഇത് ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. സ്ലീവിൻ്റെ അറ്റത്തുള്ള പോലെ പാൻസിൻ്റെ അടിയിലും ഓർഗൻസ മെറ്റീരിയൽ എംബ്രോയ്ഡറി ഉണ്ട് ആൻഡ് സ്കാലപ്പ് ബോർഡർ ആട്ടോ. ഇതാട്ടോ ദുപ്പട്ട. ദുപ്പട്ട ഓർഗൻസ മെറ്റീരിയൽ ആട്ടോ. ഇതിലാണെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വീതിയുണ്ട്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് 931 റുപ്പീസിനാണ്. അടുത്ത് വൃത്തിഭോഗലിൻ്റെ ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതും സ്ട്രെയിറ്റ് കുർത്ത സെറ്റാട്ടോ. മാൻഡ്രിൻ കോളറാണ്. ഫ്രണ്ടിലാണെങ്കിൽ ഇവിടെ ഗോട്ടപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. 3/4 സ്ലീവ് ആണ്. സ്ലീവ് ഒഴിച്ച് ഇത്രയും ഭാഗത്ത് ലൈനിങ് ഉണ്ട്. സെൽഫ് ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ്. ബാക്കിൽ പ്ലെയിൻ ആട്ടോ. ചാന്തേരി സിൽക്കാണ്. സ്ലീവ്സിൻ്റെ അറ്റത്ത് ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഈ ഒരു ലിങ്കിൽ വേറെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. പക്ഷെ അതിൻ്റെ നെക്കൊക്കെ ഡിഫറെൻ്റ് കേട്ടോ. നെക്കും പിന്നെ ഈ ഒരു ഭാഗത്ത് ചിലതിനൊക്കെ ഇവിടെ ഇങ്ങനെ ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ഡിഫറൻസസ് ഉണ്ട് കേട്ടോ കളർ ചേഞ്ചസിന്. ഇതാണ് പാൻസ്. പാൻസ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ബാക്കിലാണ് എലാസ്റ്റിക്. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പ്ലെയിൻ ആട്ടോ പാൻസ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് 775 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഫ്ലെയർഡ് കുർത്ത സെറ്റാണ്. ഇത് മൊക്കോഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ അറ്റത്ത് സ്കാലപ്പ് ബോർഡർ ആട്ടോ. അതിലിങ്ങനെ സ്വീക്കൻസ് വർക്കും എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട്. ഈ ഒരു മോഡൽ കുർത്ത സെറ്റ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ അതിനാണെങ്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം നേരിട്ട് ഒരു ഗോൾഡൻ കളറായിരുന്നു. ഇതാണെങ്കിൽ പിക്ചറിലെ അതേ സെയിം ഷെയ്ഡാട്ടോ. ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാട്ടോ. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. പിന്നെ ഇവിടെ പൈപ്പിംഗ് ഉണ്ട് കേട്ടോ. പാനൽ കട്ടാണ്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ സ്ലീവ്സ് ഒഴിച്ച് ഇത്രയും ഭാഗത്ത് ലൈനിങ് വരുന്നുണ്ട്. ബാക്കിൽ പ്ലെയിൻ ആട്ടോ. സ്ലീവ്സിലാണെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി ഉണ്ട്. എംബ്രോയ്ഡറി ആൻഡ് സ്വീക്കൻസ് വർക്ക്. ഇപ്പോൾ മെറ്റീരിയലാണെങ്കിൽ സിൽക്ക് ബ്ലെൻഡ് ആട്ടോ. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. പ്ലെയിൻ പാൻസ് ആണ്. ഇതാണ് ദുപ്പട്ട. സ്കാലപ്പ് ബോർഡർ ആട്ടോ വരുന്നത്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ആൻഡ് സ്വീക്കൻസ് വർക്ക് ഉണ്ട്. പിന്നെ ഷാളിൻ്റെ അവിടെ ഇവിടെയൊക്കെ എംബ്രോയ്ഡറി ആൻഡ് സ്വീക്കൻസ് വർക്ക് ഉണ്ട് കേട്ടോ. വീതി കുറവാട്ടോ ഈ ഒരു ഷാളിന്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. പിന്നെ ഈ ഒരു റേഞ്ചിൽ വേറെ ഷെയ്ഡ്സും അവൈലബിൾ ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത് 1271 റുപ്പീസിനാണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ വേറൊരു ഫ്ലെയർ കുർത്തയും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ. അത് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാട്ടോ. അതിൻ്റെ വേറെ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആട്ടോ. ഇവിടെ ആണെങ്കിൽ വേറെ ഒരു എംബ്രോയ്ഡറി ആണ് വരുന്നത്. അത് നല്ല ബ്യൂട്ടിഫുൾ ആണ്. റേറ്റും ഇതിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആട്ടോ വരുന്നത്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. എയർലൈൻ കുർത്ത സെറ്റ് ആട്ടോ. 3/4 സ്ലീവ് ആണ്. പിന്നെ സ്ലീവിൻ്റെ അറ്റത്ത് എംബ്രോയ്ഡറി ഉണ്ട്. പിന്നെ ലൈനിങ് വരുന്നുണ്ട്. സ്ലീവ്സിൽ ലൈനിങ് ഇല്ല. ഇത്രയും ഭാഗത്ത് ലൈനിങ് ഉണ്ട്. പിന്നെ ഈ ഒരു കുർത്ത സെറ്റിനും ഞാൻ കാണിച്ച് ഈ ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കുർത്ത സെറ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ന്യൂഡ് കളർ ഇന്നവേഴ്സ് ആട്ടോ സ്യൂട്ടാവുന്നത്. മെറ്റീരിയൽ വരുന്നത് സിൽക്ക് ബ്ലെൻഡ് ആണ്. ഇതാണ് പാൻസ്. പാൻസിനും ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഏറ്റവും അടിയിലാണെങ്കിൽ എംബ്രോയ്ഡറി ഉണ്ട്. ആൻഡ് ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടേൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ മൊത്തം എംബ്രോയ്ഡറി ആണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി ഉണ്ട്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് 976 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ വേറെ 3 കളർ ചേഞ്ചസും കൂടി അവൈലബിൾ. അതാണ് കുർത്ത സെറ്റുകൾ. നെക്സ്റ്റ് ഞാൻ ഇയറിങ്സ് കാണിച്ചു തരാം. എല്ലാം ഗോൾഡൻ ഇയറിങ്സ് ആട്ടോ. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഇയറിങ്സ് ആണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത 172 റുപ്പീസിനാണ്. ഇതിലാണെങ്കിൽ കുറേ പേൾസ് വരുന്നുണ്ട്. ഗ്രീൻ ആൻഡ് മെറൂൺ സ്റ്റോൺസും ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. അടുത്തത് ഈ ഒരു ഇയറിങ്സ് ആണ്. ഇതിലാണെങ്കിൽ ഇതൊരു ഓക്സിഡൈസ്ഡ് ഇയറിങ്സ് ആട്ടോ. ഇത് മെറൂൺ സ്റ്റോൺസ് ആണ്. പിന്നെ ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോൺസിൻ്റെ കളറാട്ടോ മാറുന്നത്. ഞാൻ മേടിച്ച മെറൂൺ ആണ്. ഇതിൻ്റെ ഗ്രീന്, ബ്ലൂ, ഇങ്ങനെ വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 145 റുപ്പീസിനാട്ടോ. പിന്നെ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് ഞാൻ വേറെ കുറച്ച് ഇയറിങ്സും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലതിനൊക്കെ ഇവിടെ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ ചിലതിനൊക്കെ ഇവിടെ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു കുഞ്ഞ് പേളിൻ്റെ സ്റ്റഡ്. അടുത്ത സെയിം ബ്രാൻഡിൽ നിന്നുള്ള ഒരു ഇയറിങ്സ് ആണ്. ഇങ്ങനെ പീകോക്ക് ഡിസൈൻ വരുന്ന കേട്ടോ. അതിലിങ്ങനെ കുറേ പേൾസ് ഉണ്ട്. ആൻറ്റിക് ഇയറിങ്സ് ആട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജുംക്ക ആട്ടോ. അത് ഞാനത് പർച്ചേസ് ചെയ്ത് 143 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഇയറിങ്സ് ആണ്. വൈറ്റ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡാട്ടോ വരുന്നത്. ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഞാൻ വൈറ്റ് ആണ് പർച്ചേസ് ചെയ്തത്. ഞാനത് പർച്ചേസ് ചെയ്ത് 154 റുപ്പീസിനാട്ടോ. ഇതിലാണെങ്കിൽ ഇങ്ങനെ പേൾസൊക്കെ വരുന്നുണ്ട്. അടുത്തത് ഈ ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. മെറൂൺ ഷെയ്ഡാട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിലിങ്ങനെ മെറൂൺ ബീഡ്സ് ആണ്. ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആട്ടോ. മേളിലിങ്ങനെ ഹൂപ്പ്, താഴെ ജുംക്ക, ഇവിടെ കുറേ ബീഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 184 റുപ്പീസിനാണ്. അടുത്തത് ഒരു 6 ഇയറിങ്സിൻ്റെ സെറ്റാണ്. പക്ഷെ അതിൽ ചിലതൊക്കെ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ടാട്ടോ വന്നത്. 6ഉം ഡിഫറെൻ്റ് ആണ്. പക്ഷേ 2-3 എണ്ണമൊക്കെ റിപ്പീറ്റഡ് ആയിട്ടാണ്. ഒന്നത്, അടുത്തത് കുഞ്ഞ് ജുംക്ക കേട്ടോ. അടുത്തത് ഇത് സെയിം ഇതാട്ടോ. ഞാൻ വേറെ ചെയ്യുന്നത്. എനിക്ക് 2 എണ്ണം വന്നു കേട്ടോ. അത് പിന്നെ അടുത്തത്
ഇതെനിക്ക് 2 വന്നു കേട്ടോ. എല്ലാം ഡിഫറെൻ്റ് അല്ല എനിക്ക് വന്നേ, ചിലത് റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ട്. 6 കൂടി ഞാൻ പർച്ചേസ് ചെയ്തത് 142 റുപ്പീസിനാട്ടോ. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. പീകോക്ക് ഡിസൈൻ ആണ്, ജുംക്കയാട്ടോ. ഇത് കുറച്ച് വലുപ്പമുള്ള ഇയറിങ്സ് ആട്ടോ ബാക്കിയുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പം. അപ്പോൾ ഇതിലാണെങ്കിൽ ഇങ്ങനെ കുറേ പേൾസൊക്കെ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 257 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഓക്സിഡൈസ്ഡ് ഇയറിങ്സ് ആണ്. ഇതിലിങ്ങനെ മെറൂൺ ആൻഡ് ഗ്രീൻ കളർ സ്റ്റോൺസ് ഉണ്ട് ആൻഡ് പേൾ ഉണ്ട്. താഴെ ഇങ്ങനെ ജുംക്ക കേട്ടോ. ബാക്കിൽ ഈ ജുംക്കേൻ്റെ ഇവിടെ പേളില്ല കേട്ടോ, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 281 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.